ആർക്കാ മരുന്ന്? മോൾക്ക. മുമ്പൊരിക്കെ ഹോസ്പിറ്റലിൽ വെച്ച് അരുന്ധതിയെ കണ്ടപ്പോ തന്നെ ചോദിക്കണമെന്ന് വിചാരിച്ച. മോൾക്ക് എന്താ സാർ അസുഖം? അല്ല, ഞാൻ ചോദിച്ച തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. മകളെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കുന്ന ഏതൊരച്ഛനും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഉണ്ണികൃഷ്ണൻ ചോദിച്ചത്. എന്നെപ്പോലെ നിർഭാഗ്യവാനായ ഒരു അച്ഛനെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി രോഗലക്ഷണം കണ്ടത്. അതിനുശേഷം മനസ്സുഖം എന്തെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. വിദേശത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയാ? അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അവളെ വിധിക്ക് വിട്ടിട്ട് വെറുതെ നോക്കിയിരിക്കുമായിരുന്നു. പ്ലീസ്, നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. ഇതിൽ എഴുതിയിരിക്കുന്ന വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണെന്ന് ഉറപ്പാണോ? എന്നാണ് മെഡിക്കൽ ഷോപ്പുകാരൻ പറഞ്ഞത്. ഇത്രയും വൈറ്റമിൻസ് കഴിക്കണമെങ്കിൽ ദേവതയ്ക്ക് കൊടുക്കുന്നത് വളരെ ഹെവി ഡോസ് ഓഫ് ആന്റിബയോട്ടിക്സ് ആയിരിക്കണം. അത് ശരിയാ. ദേവതയുടെ അസുഖത്തിന്റെ പേരറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ അവൾ കഴിക്കുന്ന മറ്റു മരുന്നുകളുടെ പേരറിയണം. അതിനെന്താ ഒരു വഴി? വഴിയുണ്ട്. പക്ഷേ വിദേശത്ത് കൊണ്ടുപോയാൽ പോലും സുഖപ്പെടാത്തൊരു അസുഖത്തിന്റെ പേരറിഞ്ഞിട്ട് പ്രേമൻ എന്ത് കിട്ടാനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അനന്തപത്മനാഭൻ അത് പറയാൻ മടിച്ച സ്ഥിതിക്ക് ആ അസുഖത്തിന്റെ പേരറിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്കും ഒരാഗ്രഹമുണ്ട്. എന്റെ മനസ്സിൽ ചില സംശയങ്ങൾ. എന്താണ്? ഉണ്ണികൃഷ്ണന് ദേഷ്യം തോന്നരുത്. പ്രേമനെ തല്ലാൻ ഉണ്ണികൃഷ്ണനാണ് ആളെ വിട്ടത് എന്ന് ഫോൺ ചെയ്ത് പറഞ്ഞത് ഞാനാണ്. സത്യത്തിൽ പ്രേമനെ തല്ലാൻ ആളെ അയച്ചത് അനന്തപത്മനാഭനാണ്. അപ്പോ അനന്തപത്മനാഭന്റെ ഉദ്ദേശം എന്തായിരിക്കും? എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. നമുക്കിതേക്കുറിച്ചൊന്ന് അന്വേഷിക്കാം. തലച്ചോറിനകത്ത് എന്തോ തകരാറാണെന്നാണ് എന്റെ അറിവ്. മരുന്ന് കഴിക്കുന്ന കാര്യം ഡാഡിയും മമ്മിയും ഓർമ്മിപ്പിക്കുമ്പോഴാ ഞാനൊരു രോഗിയാണെന്ന് അറിയുന്നത് തന്നെ. കാർ ഓടിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഡാഡിയുടെയും മമ്മിയുടെയും കണ്ണുവെട്ടിച്ച് ഞാൻ കാർ ഓടിക്കും. ഡ്രൈവിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഡാഡി അറിയാതെ ബാമ എന്നെ പഠിപ്പിച്ചതാ. തലച്ചോറിന് തകരാറുള്ളവർ കഴിക്കുന്ന മരുന്നല്ല രേവതി കഴിക്കുന്നത്. പിന്നെ വെറും വൈറ്റമിൻ ടാബ്ലറ്റ്സ്. ആര് പറഞ്ഞു? ഇത് അനന്തപത്മനാഭ സാർ വാങ്ങിയ മരുന്നിന്റെ ബില്ല. ഇത് ഈ ബില്ല് കൊടുത്ത് ഞാൻ വാങ്ങിയ വൈറ്റമിൻ ടാബ്ലറ്റ്സ്. ജസ്സി, ഈ മരുന്നല്ലല്ലോ ഞാൻ കഴിക്കുന്നത്. ഈ മരുന്നുകൾ തന്നെയാണ് രേവതി കഴിക്കുന്നത്. പക്ഷേ ടിന്നിൽ പൊട്ടിച്ചിട്ട് നല്ലതാണെന്ന് മാത്രം. അതെ, ഇത് രണ്ടും ഒന്ന് തന്നെയാ. ചിലപ്പോ എന്റെ അസുഖത്തിനിത് മതിയായിരിക്കും. എങ്കിൽ അതെന്തിനും ടിന്നിൽ പൊട്ടിച്ചിട്ട് തരണം. കഴിക്കുന്ന മരുന്നിന്റെ പേര് രേവതി അറിയരുതെന്ന് ഡാഡി ആഗ്രഹിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വരുന്നത്? ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. രേവതി ഞങ്ങളോട് സഹകരിക്കണം. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, വെറുതെ ഡാഡിയെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ ബോധ്യപ്പെടുത്തി തന്നാലോ? ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ കള്ളം പറയാ. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ബഹളം വെക്കണ്ട. കുട്ടിക്കെന്നല്ല, ആർക്കും ഇത് വിശ്വസിക്കാനാവില്ല. സാവധാനം ആലോചിച്ച സത്യം ബോധ്യമാവും. ഞങ്ങൾ ബോധ്യപ്പെടുത്തി തരാം. രേവതിയെ ചികിത്സിക്കുന്ന ഡോക്ടർ ആരാ? ഡോക്ടർ രാമചന്ദ്രൻ. ഹലോ, ഡോക്ടർ രാമേന്ദ്രൻ ഹിയർ. ഒരു പേഷ്യന്റിനെ നോക്കാൻ ഡോക്ടർ ഒന്ന് വരണം. വണ്ടി അയച്ചിട്ടുണ്ട്. ഇതിന്റെ കൺസൾട്ടിംഗ് അവേഴ്സാണ്. പേഷ്യൻസ് ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ കൊണ്ടുവന്നാൽ നോക്കാം. അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിലായതുകൊണ്ടല്ലേ. ഹെൽത്ത് മിനിസ്റ്ററുടെ കസിനാ പേഷ്യന്റ്. മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാ വിളിക്കുന്നേ. ശരി സാർ, ഞാനിപ്പോ വരാം. പെട്ടെന്ന് വേണം. ഡോക്ടർ, വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അല്പേരം വെയിറ്റ് ചെയ്യും. ഒരു എമർജൻസി കേസുണ്ട്. വാ. ഡോക്ടർ, ഇത് അനന്തന്റെ സ്ഥലമല്ലേ? ഇവിടെയാണ് പേഷ്യന്റ് കിടക്കുന്നത്. വരൂ. അരുന്ധതി എന്താ ഇവിടെ? നോ, അരുന്ധതിയല്ല, രേവതി. രേവതി നായർ. 1980 ബോംബെയിൽ വെച്ചുണ്ടായ പ്ലെയിൻ ക്രാഷിൽ കൊല്ലപ്പെട്ട കോടീശ്വരനായ സേതുമാധവന്റെയും വിജയലക്ഷ്മിയുടെയും സ്വത്തുക്കളുടെ ഒരേ ഒരു അവകാശി മിസ് രേവതി നായർ.
നിങ്ങളാരാ? ഐ എം സി ഡി ഉണ്ണികൃഷ്ണൻ. ഐ എം CID പ്രേം ശങ്കർ. ഐ എം CID ഉമ്മൻകോശി. വി ആർ ഫ്രം സീക്രട്ട് ഫയൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്. വെൽ ഡോക്ടർ, കമോൺ. സത്യം പറയടാ, രേവതിക്ക് എന്താണ് അസുഖം? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? പറയടാ. ടെൽ മീ ദ ട്രൂത്ത്. അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഏതെങ്കിലും ഒരു ട്രാക്കിൽ ഒരു അജ്ഞാത മൃതശരീരം തിരിച്ചറിയാനാവാത്ത നിലയിൽ ചിന്നിച്ചെതറി കിടക്കും. എന്നെ കൊന്നാലേ ഞാനത് പറയില്ല. ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പരസ്യമായി പറയാൻ പാടില്ല. അത് മെഡിക്കൽ എത്തിക്സിനെതിരാണ്. നിന്റെ ഒരു അയ്യോ, ഇനി എന്നെ തല്ലരുത്. ഞാനെല്ലാം പറയാം. രേവതിക്ക് യാതൊരു അസുഖവും ഇല്ല. അനന്തം പറഞ്ഞിട്ടാ ഞാനിതെല്ലാം ചെയ്തത്. എന്തിനെ? അത് അവൾ ഒരിക്കലും വിവാഹിതയാകാതിരിക്കാൻ വേണ്ടി. മോളെ, എന്ത് പറ്റി മോളെ? ഉച്ചക്കത്തെ ഗുളിക കഴിച്ചില്ലേ നീ? കാർ ഓടിക്കരുതെന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല. വണ്ടി എവിടെയെങ്കിലും തട്ടിയോ മോളെ? വേണ്ട വേണ്ട, ഓരോന്ന് പറഞ്ഞ് അവളെ വിഷമിപ്പിക്കണ്ട. അവള് കിടക്കട്ടെ. താൻ എന്താണോ ഈ പറയുന്നത്? അയ്യോ, ഞാൻ പറഞ്ഞ എല്ലാം സത്യമാ. എന്നിട്ട് ഇപ്പോഴാണോ തനിക്ക് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തോന്നിയത്? ഇന്നലെ സന്ധ്യയ്ക്ക് അവന്മാരനെ അതിനകത്ത് കേട്ടിട്ട് ഇടിക്കാൻ തുടങ്ങിയതാ. ഇന്ന് നേരം പരവരാന്ന് വെളുത്തപ്പോഴാ അവന്മാരനെ ഇറക്കി വിട്ടത്. എടോ, അരുന്ധതി എല്ലാം അറിഞ്ഞെന്നുള്ളത് ഉറപ്പാണോ? അയ്യോ, അവള് കേൾക്കല്ലേ അവന്മാരെന്നെ കൊണ്ട് ഇടിച്ചെല്ലാം പറയിപ്പിച്ചത്. അവൾ ഉണർന്നോ? ഉണരാൻ നേരാവുന്നല്ലേ ഉള്ളൂ. ഇനി ഒരു കാരണവശാലും അവളെ വീട് വിട്ട് പുറത്തിറങ്ങരുത്. ഒന്നുമില്ല. മേശപ്പുറത്തിരുന്ന ഫോട്ടോയും കാണുന്നില്ല. അവള് പോയെന്നാ തോന്നുന്നത്. പോലീസിൽ അറിയിച്ചാലോ? വിഡിത്തം പറയാതെ. പോലീസിൽ അറിയിച്ച അവളെ കണ്ടുപിടിച്ചു എന്ന് വരും. ആ നിമിഷം നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. വീട് മാത്രമോ, കമ്പനി, എസ്റ്റേറ്റും എല്ലാം വിലയും. ഇനി എന്ത് ചെയ്യും? അങ്ങനെ വിട്ടൊഴിഞ്ഞു കൊടുക്കാനല്ലല്ലോ ഞാൻ ഈ പാടൊക്കെ പെട്ടത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എനിക്കിപ്പോ എല്ലാം മനസ്സിലാവുന്നു. SSLC കഴിഞ്ഞപ്പോ എന്റെ പഠിത്തം നിർത്തിയത് മനഃപൂർവ്വമായിരുന്നു. അസുഖക്കാരിയാണെന്ന ബോധം കൂടെ കൂടെ ഓർമ്മപ്പെടുത്തി പുറം ലോകത്തേക്കുള്ള എല്ലാ വാതിലുകളും അവർ അടച്ചു കളഞ്ഞു. മരിച്ചുപോയ ജ്യേഷ്ഠന്റെ മകളാണെന്ന ഒറ്റ കാരണം കൊണ്ട് അവരെന്നെ കൊന്നില്ല. കൊല്ലുകയായിരുന്നു ഇതിലും ഭേദം. ഇപ്പോഴെങ്കിലും രേവതിക്ക് എല്ലാം ബോധ്യമായില്ലേ? സ്വത്തിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഭാരിച്ച സ്വത്തിന്റെ അവകാശിയാണ് ഞാനെന്ന് സത്യത്തിൽ നിങ്ങൾ പറഞ്ഞപ്പോഴേ എനിക്ക് ബോധ്യമാവുന്നത് തന്നെ. എല്ലാ സ്വത്തുക്കളും ഞാൻ അവർക്ക് കൊടുക്കാം. പകരം എന്റെ ജീവിതം ഇങ്ങനെ തിരിച്ചു തന്നാ മതിയായിരുന്നു. പാടില്ല. ഒരു നയാ പൈസ പോലും ആ ദുഷ്ടന് കൊടുക്കരുത്. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് അയാളെയും പെണ്ണുമ്പിള്ളി അടിച്ചിറക്കി എരുമച്ചാണോ തളിക്കണം. അതൊക്കെയാ ചാണകം തെളിക്കുന്നേ. അവിടെ മാർബിളല്ലേ? ഇപ്പൊ രേവതി കൂടുതലൊന്നും ആലോചിക്കണ്ട. എന്ത് സഹായത്തിനും ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും.
എനിക്ക് വയ്യ ഇതൊന്നും കാണാൻ. അന്നേ ഞാൻ പറഞ്ഞതാ ചാടിക്കറി വാക്കൊന്നും പറയരുതെന്ന്. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായെന്നാ? ഒന്നും ഉണ്ടായില്ലേ? ഇവള് ജലപാനം കഴിച്ചിട്ട് ദിവസം 2 ആയി. അവന്റെ കത്ത് കിട്ടിയിട്ട് എന്തെങ്കിലും കഴിക്കുമെന്ന് വാശിയില്ല ഇവള്. ഓരോ ഏടാകൂടങ്ങൾ വലിച്ചു വെച്ചിട്ട് വീട്ടിലുള്ളവർക്ക് കിടക്കപ്രതി ഇല്ലാണ്ടായി. അമ്മയെ കൊണ്ട് എന്തിനാ മോളെ അച്ഛനെ ഇങ്ങനെ വഴക്ക് കേൾപ്പിക്കുന്നത്? മോൾ എഴുന്നേറ്റ് ഇന്ന് വല്ലതും കഴിക്കേ. ആ ചെല്ലേ. എന്ത് പ്രശ്നം ഉണ്ടായാലും മുടങ്ങാതെ കത്തയക്കാന്ന് പാറേക്കാവ് ഭഗവതി പിടിച്ച സത്യം ഇട്ടേച്ച ഉണ്ണീട്ടും പോയത്. അടിയടിയൊക്കെ കൊള്ളേണ്ട പണിയാ. അതാ എനിക്ക് പേടി. നീ ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കാൻ അവൻ നിന്റെ ഭർത്താവൊന്നും ആയിട്ടില്ലല്ലോ. നീ ഇങ്ങനെ വെറുതെ അതും ഇതും പറയാതെ അകത്ത് പോകാം രാക്ഷി. പോകാൻ. നിങ്ങൾ ഒരാളാ ഇവിടെ പുന്നാരിക്ക് ഈ പരുവത്തിലാക്കിയത്. മോള് വിഷമിക്കണ്ട. ഉണ്ണികൃഷ്ണന്റെ മേൽവിലാസം ഇങ്ങ് തന്നാ മതി. അച്ഛൻ പോയി ഒന്ന് അന്വേഷിച്ചു വരാം. ഞാനും വരും. അച്ഛൻ പോയിട്ട് അന്ന് തന്നെ ഇങ്ങ് വരുമെന്നേ. എനിക്ക് ഉണ്ണിയേട്ടനെ കാണണം. നീ വെറുതെ വാശി പിടിക്കല്ലേ ദമയന്തി. അച്ഛൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞില്ലേ? ഉണ്ണിയേട്ടൻ ആശുപത്രിയിൽ എങ്ങാനാണെങ്കിൽ അച്ഛൻ അത് മറച്ചു വെക്കും. അതുകൊണ്ട് ഞാനും വരും. വാ മോളെ. ഉണ്ണികൃഷ്ണൻ ഇവിടെ ഉണ്ടോ? ഉണ്ണികൃഷ്ണൻ മിനിഞ്ഞാങ്ങൂരോടെ ഉണ്ടായിരുന്നു. എങ്ങോട്ടാ പോയെന്നറിയാമോ? അതറിയത്തില്ല. ഇന്നലെ ഇന്നുമായിട്ട് വേറെ ആരുണ്ടൊക്കെ അന്വേഷിച്ചു വന്നിരുന്നു. അവന്റെ കൂടെ ഒരുത്തനുണ്ടായിരുന്നല്ലോ, ഒരു കുഞ്ചു. അവർ രണ്ടും കൂടെ ആ പെട്ടിയൊക്കെ ആയിട്ട് പോയത്. ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തസാറിന്റെ വീട്ടിൽ അന്വേഷിച്ച ഒരു പക്ഷെ അറിയാൻ കഴിയും. നിങ്ങളുടെ മകളെ കിഡ്നാപ്പ് ചെയ്തെന്നോ? എപ്പോ? 2 ദിവസമായി. ഷേ, കേരളത്തിൽ ഇതൊരു സ്ഥിരം ഏർപ്പാടായിട്ടുണ്ടല്ലോ. ഏതായാലും ഡീറ്റെയിൽസ് എഴുതി തരൂ. ഇന്ന് തന്നെ അന്വേഷണം തുടങ്ങാം. ഡിറ്റക്ടീവ് ബെഞ്ചമിൻ ഗോമസിനെ ഏൽപ്പിക്കാം. കേസ് ഏൽപ്പിക്കാൻ വന്നതല്ല ഞാൻ. എന്റെ മകളെ കിഡ്നാപ്പ് ചെയ്ത് നിങ്ങളുടെ സിഐഡിമാരാണ്. അങ്ങനെയോ? ആരാണവർ? ഉണ്ണികൃഷ്ണൻ, പ്രേംശങ്കർ, ഉമ്മൻകോശി. യു ആർ മിസ്റ്റേക്കൺ. നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അവർ സിഡിമാരല്ല, ഓൺലി ട്രെയിനീസ്. സീക്രട്ട് ഫയൽസിന്റെ പെർമനന്റ് സ്റ്റാഫ് അല്ലാത്തടത്തോളം കാലം എനിക്ക് അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മിസ്റ്റർ അനന്തപത്മനാഭൻ, നിങ്ങൾ പോലീസിനെ ഇൻഫോം ചെയ്യൂ. എനിക്ക് അവളെ വീണ്ടെടുക്കാൻ കഴിയാഞ്ഞിട്ട് വേണ്ടേ പോലീസിനെ അറിയിക്കാൻ? ഇരിക്കൂ. ദമയന്തി അച്ഛനുമല്ലേ? അതെ. ഉണ്ണികൃഷ്ണൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രഭാവതി, നീ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ? കുടിച്ചു. ആ, ഉണ്ണേട്ടൻ ഉണ്ണികൃഷ്ണൻ എന്റെ ഒരു ആവശ്യമായി ഒരിടം വരെ പോയിരിക്കുക. പവിത്ര, ഇവരെ കമ്പനിയിലേക്ക് കൊണ്ടുപോകും. അപ്പോഴത്തേക്ക് ഉണ്ണികൃഷ്ണൻ അങ്ങോട്ടെത്തും. ആ, പിന്നെ ഉണ്ണികൃഷ്ണൻ കൂട്ടി ഇങ്ങോട്ട് തന്നെ വരണം. ഉച്ചയ്ക്ക് ഊണ് ഇവിടെയാ. വരും. അനന്തസാറിന്റെ മകൾ ഉണ്ണികൃഷ്ണന്റെ കസ്റ്റഡിയിലാണ്. അവളെ വിട്ടുതരുമ്പോ തന്റെ മോളെയും വിട്ടുതരും. ഈ കാര്യം പോലീസിനെങ്ങാനും അറിയിച്ചാൽ തന്റെ മകളുടെ ശ്രമം കായലിൽ പോകും. അയ്യോ,